ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഷെയർ ചെയ്യുന്നത് നല്ലൊരു വെറൈറ്റി തെരിക്കഞ്ഞിയുടെ റെസിപ്പി ആയിട്ടാണ്. ഇത് നോമ്പ് തുറക്കാൻ നേരത്തൊക്കെ നമുക്കിതൊരു ഗ്ലാസ് ഉണ്ടെങ്കിൽ നമ്മുടെ വയറ് ഫില്ലാവും. നല്ല വെറൈറ്റി ടേസ്റ്റിലുള്ള തെരിക്കഞ്ഞിയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോയാലോ. അതിനായിട്ട് ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഈ പാത്രത്തിൽ തന്നെയാണ് ഞാൻ തെരിക്കഞ്ഞി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിതിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഒന്ന് വറുത്തെടുക്കാം. ഇത് ലാസ്റ്റ് ചെയ്താലും മതി. ഞാനിത് ഫസ്റ്റ് തന്നെ ചെയ്യുന്നത്. എൻ്റെ കയ്യിൽ അണ്ടിപ്പരിപ്പ് ഉണ്ടായിരുന്നില്ല, അപ്പം ഞാൻ മുന്തിരി മാത്രമാണ് വറുത്തെടുക്കുന്നത്. ഇനി അത് നമുക്ക് മാറ്റി വെക്കാം. അത് ലാസ്റ്റ് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി അതേ പാത്രത്തിലേക്ക് തന്നെ ഞാൻ ഒരു 1/4 കപ്പ് സേമിയ ഇട്ട് വറുക്കുന്നുണ്ട്. അത് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഒരു ചെറിയ ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്കത് റോസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇതൊരു ചെറിയ ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി മതി, അധികം ആയാൽ കരിഞ്ഞു പോവുള്ളൂ. അപ്പോൾ ടേസ്റ്റ് വ്യത്യാസം വരും. ഇനി ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി അതേ പാനിൽ തന്നെ ഒരു 1/2 ടീസ്പൂണും കൂടി നെയ്യ് ഒഴിച്ചിട്ട് ഞാൻ ഇതിലേക്ക് റവ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 3 ടേബിൾ സ്പൂൺ റവയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതൊന്ന് നന്നായി വറുത്തെടുക്കാം. ഒരു ചെറിയൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ വറുത്തെടുത്താൽ മതി. ഇപ്പോൾ നമ്മുടെ റവയുടെ കളറൊക്കെ ഒന്ന് ജസ്റ്റ് മാറി വന്നിട്ടുണ്ട്. ഇപ്പോൾ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. ഈ ടൈമിൽ നമുക്കിതിലേക്ക് ഒരു 3/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ടിത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. പച്ചവെള്ളം ഒഴിക്കരുത്, ചുടുവെള്ളം വേണം ഒഴിച്ച് കൊടുക്കാൻ. അപ്പോൾ ഞാൻ ചുടുവെള്ളമാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായി ഒന്ന് മിക്സായി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് ഒരു 3/4 കപ്പും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇത് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം 3/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുത്തത്. ഇപ്പം നമ്മുടെ റവ എല്ലാം അതിൽ മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ച് എടുക്കാം. ഇനി നിങ്ങൾക്ക് ഇതിലേക്ക് മിൽക്ക് മെയ്ഡ് വേണം എന്നുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. അപ്പം നല്ല വെറൈറ്റി ടേസ്റ്റ് ആവും. ഇപ്പോൾ എൻ്റെ കയ്യിൽ അതില്ലാത്ത കാരണം ഞാൻ പഞ്ചസാര ചേർത്ത് കൊടുത്തത്. ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള സേമിയ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള പാല് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് 1 ലിറ്റർ പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് നേരത്തെ വെള്ളം ഒരു 3/4 കപ്പ് അങ്ങനെ 1.5 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് 2 പ്രാവശ്യമായിട്ട്. അപ്പോൾ പിന്നെ ഇപ്പോൾ 1 ലിറ്റർ പാലും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായി ഒന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് ഈ സേമിയം വേവുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനി ഞാൻ ഇതിലേക്ക് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് ഫ്ലേവറിന് വേണ്ടി ഏലക്ക പൗഡർ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഏലക്ക പൗഡർ ചേർത്ത് കൊടുക്കണില്ല. ഞാൻ ഇതിലേക്ക് വാനില എസെൻസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. അത് ഞാൻ ലാസ്റ്റ് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മാത്രമേ ചേർത്ത് കൊടുക്കണുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ സേമിയൊക്കെ ഇവിടെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് അടി പിടിക്കാതിരിക്കാൻ വേണ്ടി നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ട് സേമിയം വേവുന്നത് വരെ നമുക്കിത് ഇങ്ങനെ ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ സേമിയൊക്കെ ഇവിടെ കുറുകി വന്നിട്ടുണ്ട്, നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ലാസ്റ്റായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് തേങ്ങാപ്പാലാണ്. അപ്പോൾ ഈ തേങ്ങാപ്പാൽ ചേർത്ത് കഴിഞ്ഞാൽ ഈ സേമിയക്ക് നല്ലൊരു ടേസ്റ്റാണ്. ഇനി ഫ്ലെയിം കത്തിക്കണ്ട, ഓഫ് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ സേമിയ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കൂ. എന്നും ഉണ്ടാക്കുന്ന രീതിയിൽ നിന്നൊന്ന് വിട്ടിട്ട് ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഉണ്ടാക്കിയതിന് ശേഷം എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കുമല്ലോ. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ വാനില എസെൻസ് ആണ്. ഞാനിതിലേക്ക് 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങളുടെ ഫ്ലേവറിനനുസരിച്ച് കൂട്ടിയെടുക്കാം. ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള മുന്തിരി ചേർത്ത് കൊടുക്കാം. അതും കൂടി ചേർത്താൽ നമ്മുടെ തെരിക്കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് 2 ഗ്ലാസ്സിലേക്കായിട്ട് സെർവ് ചെയ്യാം. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾ ഉണ്ടാക്കി നോക്കുമല്ലോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.
സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൻ ഇനേബിൾ ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഒപ്പം തന്നെ ഹൈപ്പും കൂടി ചെയ്യണേ. അപ്പോൾ ഇൻഷാ അല്ലാ നല്ലൊരു വീഡിയോയുമായി അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.